എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളും കുക്കിങ്ങും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ ഹാളിൽ വന്ന് കിച്ചണും ഹോളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ വീഡിയോ ആണ് കേട്ടോ. ക്ലീനിങ് ഒന്നും കൂടുതൽ കാണിക്കുന്നില്ല, കാരണം ഇപ്പോൾ എല്ലാവർക്കും കുക്കിംഗ് ആയിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം. നോമ്പൊക്കെ ആകുമ്പം എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയായിരിക്കും എല്ലാവർക്കും. ഇനി കുറച്ച് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ട്, അത് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എടുത്തതാണ്. ഇവിടെ കുറച്ച് സമയം നമ്മളിങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ വെറുതെ ഒരു രസമാണ്. അപ്പോൾ അതൊക്കെ നനച്ചതിന് ശേഷം ഞാൻ ഫ്രീസറിലുള്ള എൻ്റെ മീറ്റ് ഐറ്റംസൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നേരത്തെ തന്നെ അത് എടുത്ത് വെച്ചാൽ നമ്മൾക്ക് നോമ്പായതുകൊണ്ട് രാവിലെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് മിൻസ്ഡ് മീറ്റും കല്ലുമ്മക്കായയാണ്, അതുപോലെ തന്നെ മട്ടനുമാണ്. അപ്പോൾ ഇത് ബർഗർ ഉണ്ടാക്കാനും കല്ലുമ്മക്കായ നറുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിയും ഹലീമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡിഷ് വാഷറൊക്കെ ഒന്ന് അൺലോഡ് ചെയ്യാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം അപ്പോൾ ഇന്ന് ഹലീം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഷാഹി ഹലീം മിക്സ് ഷാൻ്റത് നല്ല ഒരു ഇതാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നിൽ ഗോതമ്പും പരിപ്പും സാധനങ്ങളാണ്, ഒന്നിൽ അതിൻ്റെ മസാലപ്പൊടികളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സമയം ഇതിൽ ഗോതമ്പും പരിപ്പുകളൊക്കെയാണുള്ളത്, അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തലേന്ന് തന്നെ ഇട്ട് വെക്കുകയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് സോക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അത്യാവശ്യം ഇതുണ്ടാവും, വൃത്തിയാക്കാനുണ്ടാവും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ഞാനൊരു 2-3 മണിക്കൂർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 3-4 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കല്ലുമ്മക്കായ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോറ് വെക്കുന്ന അരി നല്ല തിളച്ച് വരുന്ന ആ സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അതുപോലെ തന്നെ കുറച്ച് ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പെട്ടെന്ന് മട്ടൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കുകയാണ്. മട്ടൻ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ വിശാലമായിട്ട് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഹലീം ഉണ്ടാക്കാൻ പോവുകയാണ്. ഹലീമിൻ്റെ റെസിപ്പി നല്ല വിശാലമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓയിലും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട ഗ്രാമ്പു ഇടുക. അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി നൈസായി കട്ട് ചെയ്തതും കുറച്ച് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മതി കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ആ ഷാൻ്റെ പൗഡറാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഒരു 500 മട്ടനാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലകളൊക്കെ അതിൽ യോജിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ചൂടുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് ഉറ്റിച്ച് കൊടുക്കുക. ഇത് മട്ടൻ തന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ തൈരാണ് ഒഴിച്ചിട്ടുള്ളത്. അതോടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലായിടത്തും തൈരൊക്കെ ഒന്ന് മിക്സായി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പത്തിൻ്റെ മിക്സില്ലേ, അതിൽ ഗോതമ്പ് അതുപോലെ തന്നെ തൂർദാലും മസൂർ ദാലാണുള്ളത്. കൂടുതൽ നമ്മൾ വീറ്റ് തൊലി കളഞ്ഞതാണ് അതിലുള്ളത്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവ് അത്യാവശ്യം ആ സ്പൈസസിൽ തന്നെ എരിവുണ്ടാവും, അപ്പം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും വഴറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ പച്ചവെള്ളം ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഞാനതവിടെ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് എൻ്റെ മട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് അത് മട്ടൻ കറിയാണ്, അത് കുക്കായി വന്നിട്ടുണ്ട്.
ഇനി കല്ലുമ്മക്കായ എല്ലാം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ അരിയിൽ വലിയ ജീരകം തേങ്ങയും ചെറിയുള്ളിയും കൂട്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അങ്ങനെയാണ് കല്ലുമ്മക്കായ ഉണ്ടാക്കിയ. കല്ലുമ്മക്കായ ഉണ്ടാക്കുന്ന റെസിപ്പി കൂടുതൽ കാണിച്ചാൽ ഇതൊരുപാട് ലെങ്തി ആയി പോകും. ഇൻഷാ അല്ലാഹ് വേറൊരു ദിവസം അത് കാണിക്കാം. അപ്പോൾ ഹലീമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്ന് മീറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പം എല്ല് ഉള്ള മട്ടൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ മീറ്റ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ അടിച്ചെടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു രൂപത്തിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിട്ട് പോവരുത്, അടുക്കി പിടിക്കണത് ശ്രദ്ധിക്കണം, ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നെയ്യിലാണ് നമ്മൾ വറവിടുന്നത്. വലിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും കുറച്ച് കൂടുതൽ നെയ്യിൽ വറവിട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ കഴിയുന്ന മാതിരിയൊക്കെ നോക്കുക. നോമ്പായതുകൊണ്ട് ഉപ്പ് നോക്കലൊക്കെ ഒരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നോമ്പ് തുറന്നിട്ട് നമ്മൾ ഉപ്പിട്ട് പാകാക്കിയാൽ മതി, അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സമയത്ത് നോമ്പ് തുറക്കാനായി ചെയ്തിട്ടുണ്ട്. ഗ്യാസ് അങ്ങ് തീർന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻഡക്ഷൻ്റെ അടുപ്പുണ്ടായിരുന്നു, വേറൊരു അടുപ്പുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് നമ്മൾ കിടക്ക നിറക്കലും ബർഗർ ഉണ്ടാക്കലും പിന്നെ കുട്ടികളാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഫസ്റ്റ് കുറേ മുന്നേ ഇട്ടിട്ടുണ്ട്, 2 വർഷം മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.